ദൈവനാമം മഹത്വപ്പെടട്ടെ. ഭാരതത്തെ പ്രകാശിപ്പിച്ച ഭാരതത്തിൻ്റെ അപ്പോസ്തലനാണ് മാർ തോമാ ശ്ലീഹ. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ധൈര്യശാലിയായ പിതാവ്. യഹൂദന്മാർ യേശുവിനെ കൊല്ലുവാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ലാസറിൻ്റെ മരണവിവരമറിഞ്ഞ് യേശു അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയത്. പരിഭ്രാന്തരായി നിൽക്കുന്ന സഹശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയത് തോമാ ശ്ലീഹയാണ്. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞ് സഹശിഷ്യന്മാരെ തോമാ ശ്ലീഹ ധൈര്യപ്പെടുത്തി. ഞാൻ നിങ്ങൾക്ക് വഴിയൊരുക്കുവാൻ പോകുന്നു എന്ന കർത്താവിൻ്റെ വാക്യത്തിന് മറുപടിയായി തോമാ ശ്ലീഹ പറയുന്നത്, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്നാണ്. അപ്പോഴാണ് സുവിശേഷത്തിൻ്റെ കാതലായ സത്യം യേശു തമ്പുരാൻ ഉരുവിടുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന്. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാ ശ്ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. തോമാ ശ്ലീഹ പറയുന്നുണ്ട്, ഞാൻ അവനെ കണ്ടും തൊട്ടും മാത്രമേ വിശ്വസിക്കൂ എന്ന്. പിന്നീട് കർത്താവിനെ കണ്ടപ്പോൾ ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനം തോമാ ശ്ലീഹ നടത്തുന്നുണ്ട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന്. ഇരുണ്ടവളായ രാജ്യത്തെ പ്രകാശിപ്പിച്ച ശ്ലീഹ ഇവിടെ സുവിശേഷം അറിയിച്ച് മൈലാപ്പൂരിൽ വെച്ച് ശൂലം കൊണ്ട് കുത്തേറ്റ നിലയിൽ രക്തസാക്ഷി മരണം വരിച്ചു. സുവിശേഷത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും ധൈര്യപൂർവം നേരിടാമെന്ന് തോമാ ശ്ലീഹ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുഗമിക്കുവാനും ആ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുവാനും നമുക്ക് കഴിയണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.